ഇന്ന് പാവയ്ക്ക കറിയാണ്. അപ്പോൾ കുറച്ച് പാവയ്ക്ക പൊട്ടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ കൃഷി ആവശ്യത്തിന് നമ്മുടെ സ്വന്തം ആവശ്യമുള്ള പാവയ്ക്ക ഇവിടെ ഉണ്ട്, കണ്ടില്ലേ? ഇവിടെ തന്നെ 2 തരം പാവയ്ക്കകളുണ്ട്. ഒരു കുള്ളൻ പാവയ്ക്കുണ്ട്, പിന്നെ നാടൻ പാവയ്ക്കുണ്ട്. അപ്പോൾ ഉണ്ടോ, കുറച്ചും കൂടി നമ്മളൊരു ഇങ്ങനെ വലിച്ചു പൊട്ടിക്കല്ല ചെയ്യുക, കത്തിക്കൊക്കെ മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ വള്ളിയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ പന്തലൊക്കെ നമ്മൾ ഒരു 5 അടിയെങ്കിലും ഉയരത്തിൽ കെട്ടണം, ഇല്ലെങ്കിൽ ഇതുപോലെ കണ്ടോ കുമ്പട്ടി ഇരുന്ന് കിടന്നൊക്കെ പോകണം. അപ്പോൾ ഉണ്ടോ, ഇത് കണ്ടോ നല്ല ഫ്രഷ് പാവയ്ക്കാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പൊട്ടിച്ചുകൊണ്ടായിട്ട് കൊടുത്തിട്ട് വേണം എനിക്കിന്ന് പോവാനായിട്ട്. ഇത് കണ്ടോ നല്ല നാടൻ പാവയ്ക്ക. ഇതൊക്കെ നമ്മളുടെ ജൈവ കൃഷിയാണ്, ഓർഗാനിക് ഫാമിംഗ് ആണ് കംപ്ലീറ്റ്. അപ്പോൾ വെയിലൊക്കെ ഒതിച്ചു, കാലത്ത് 10 മണിയായി. അപ്പോൾ ഉണ്ട്, ഇത് നമ്മളുടെ പാഷൻ ഫ്രൂട്ട് അതിൻ്റെ വള്ളിച്ചെടിയാണ്, കണ്ടോ? ഇതപ്പോൾ ഒരു കയറ് മോളിൽ കൂടെ നമ്മൾ കെട്ടിയിട്ടുണ്ട്, അതുമേക്ക് ഒന്ന് പടർത്തി കൊടുക്കണം. കേട്ടോ, കുറച്ചൊക്കെ പടർന്നു തുടങ്ങി. അപ്പോൾ ഈ വർഷം തന്നെ ഈ വേനൽക്കാലത്ത് നമുക്ക് ഇഷ്ടം പോലെ പാഷൻ ഫ്രൂട്ട് കിട്ടും. അപ്പോൾ കിണറ്റിലൊക്കെ വെള്ളം കുറവുണ്ടെങ്കിലും നമുക്ക് വെള്ളം ദാഹിക്കുമ്പോൾ ഇത് വന്ന് പൊട്ടിച്ചുകൊണ്ട് കഴിച്ചാൽ മതി. നല്ല ചൂടാണ് ഇപ്പോൾ. അപ്പോൾ ഒരു കുടയും ചൂട് നടന്നാലേ പകുതി ചൂട് പോയി കിട്ടും. കണ്ടില്ലേ, മധുരം ചേമ്പുകളൊക്കെ പൂക്കാറായി തുടങ്ങിയിട്ടുണ്ട്.